അസ്സലാമു ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വാഴയില പൊള്ളിച്ചെടുത്ത അൽഫാമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ കയ്യിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ നിവർന്ന് നിൽക്കും, ആ മടങ്ങിയിരിക്കുന്ന ഒന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊരു വെയിറ്റുള്ളൊരു കല്ല് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പതുക്കൊന്ന് ഈ മീറ്റൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. മീറ്റ് നല്ല സോഫ്റ്റായിരിക്കും വെന്ത് വരുമ്പോൾ നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചതക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കത്തി വെച്ച് നന്നായി ഒന്ന് കുത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല മീറ്റ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കഴുകിയെടുത്തതാണ് ഓൾറെഡി ചിക്കൻ. അത് കുറച്ച് വെള്ളത്തിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണുകളൊക്കെ നമുക്ക് വിനീഗർ ഒഴിക്കുക, ഒരു ഹാഫ് ലെമണും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. ഒന്ന് മൂടി വയ്ക്കുക. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റ് ആവും മീറ്റ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നന്നായി ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകിയെടുക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, അത് മൂന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 10 അല്ലി ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മതിയാവും. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായി ഒന്ന് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതൊരു സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചാലും മതി. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ടാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 വലിയ സ്പൂണ് തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു ലെമണും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറിയ ലെമണാണ്, അതുകൊണ്ട് ഒരെണ്ണം ഒഴിക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഹാഫ് ഒഴിച്ചാൽ മതിയാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു 5 കാശ്മീരി ചില്ലി, 3 വെളുത്തുള്ളി എടുത്തിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാനിൽ ഓയിൽ ഒഴിക്കാം. ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെക്കാണ്ട് തന്നെ ഒന്ന് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വെക്കാം കേട്ടോ. മസാല ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിത് മൂടി വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ചിക്കൻ എന്നുള്ള മസാലയൊക്കെ പുറത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചൊന്ന് 2 സൈഡും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് മൂടി വെക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം വരും, എന്നാലും അത്ര അധികം വെള്ളം വരില്ല. ആ മസാല ഒന്ന് പതുക്കൊന്ന് പുറത്തേക്ക് വന്നാൽ ആ മസാല നമ്മളൊരു സ്പൂൺ വെച്ച് കോരി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇട്ടൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ നമുക്ക് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്തതിന് ശേഷം ഞാനൊരു വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാട്ടിയെടുത്ത വാഴയിലാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു മുളകും ഗാർലിക്കിൻ്റെ ആ ഒരു ഇതില്ലേ, പേസ്റ്റില്ലേ, ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബട്ടറും ഉണ്ടാവും ഇതിലേക്ക്. ഈ മുളകും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞൊന്ന് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമുക്ക് ഓവണിലോ ഗ്രില്ല് ചെയ്യുന്നവർക്ക് ഗ്രില്ലിൽ ചെയ്യാം, ഓവണിൽ ചെയ്യുന്നവർക്ക് ഓവണിൽ ചെയ്യാം. അപ്പം ഞാനിത് അടുപ്പിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പാനിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് മറ്റേ സൈഡും വെച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല വാഴയിലയുടെ നല്ലൊരു ഫ്ലേവറും ആ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് അതിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഈ രീതിയിലുള്ളൊരു അൽഫാം ഉണ്ടാക്കി നോക്കുക. ഇത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള വാഴയിലൊന്ന് ചുട്ടെടുത്തൊരു അൽഫാമാണ്.
ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിനു മുമ്പ് ഒരു അൽഫാമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കാണാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.